കുറച്ച് ദിവസങ്ങളായി തന്നെ നടൻ മോഹൻ ശർമ്മയുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. കോടീശ്വരനായി ജീവിച്ചിരുന്ന മനുഷ്യൻ, എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നൊരു മനുഷ്യൻ, ഒരു കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയിരുന്ന ഒരു വലിയ നടൻ. ഇന്നത്തെ യുവതലമുറയിലെ നടന്മാരിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വളരെയധികം പ്രശസ്തനായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം അനുഭവം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഒരു രണ്ടാം വിവാഹത്തിലേക്കാണ് മോഹൻ തയ്യാറാകുന്നത് എന്ന് മനസ്സിലാക്കി വീട്ടുകാരെല്ലാം എതിർത്തിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെയായിരുന്നു മോഹൻ ലക്ഷ്മിയെ വിവാഹം കഴിച്ചത്. ഐശ്വര്യയെ സ്വന്തം മകളായി കാണുകയും ഐശ്വര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒപ്പം നിന്ന് ചെയ്യുകയും ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മോഹൻ ശർമ്മയുടെ അമ്മയ്ക്കും അച്ഛനും വല്ലാത്ത വിഷമമായിരുന്നു. ആ വാർത്ത കേട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്തിരുന്നു. എന്നിട്ടും അദ്ദേഹം ലക്ഷ്മി വിവാഹം കഴിച്ചു. അന്നത്തെ കാലത്തെന്നല്ല, എല്ലാ കാലത്തും നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരു സ്നേഹമൊക്കെ തോന്നും. അത് ആ കഥാപാത്രത്തിൻ്റെ കാര്യം മാത്രമായിരിക്കും. ഞാൻ ആർക്കും അത് റെക്കമെൻഡ് ചെയ്യില്ല. ഒരു നടനും സ്നേഹം മനസ്സിലാക്കാതെ തന്നെ ജീവിക്കുന്നത് തന്നെ തെറ്റാണ് എന്ന് പറയാം. എല്ലാം മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ജീവിക്കേണ്ടതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വാർത്തയായും ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരെല്ലാവരും ഇപ്പോൾ മോഹൻ ശർമ്മയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം വളരെയധികം സ്നേഹത്തോടെയാണ് ലക്ഷ്മിയെയും ഐശ്വര്യയും നോക്കിയതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഒറ്റയ്ക്കാകില്ല. അത് 100% ഉറപ്പ് തന്നെയാണ്. ദൈവം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും. ഇത്തരത്തിൽ അദ്ദേഹം എല്ലാവരോടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് മറക്കാൻ സാധിക്കില്ലല്ലോ. നമ്മൾ ചെയ്തത് നമുക്ക് തന്നെ തിരികെ വരികയും ചെയ്യും. ലക്ഷ്മിയുമായുള്ള ജീവിതം വളരെയധികം സ്വപ്നതുല്യമായി ജീവിക്കാൻ തുടങ്ങിയതാണ്. ആദ്യമൊന്നും പ്രണയമൊന്നുമില്ലായിരുന്നു. റൂമറുകൾ വന്ന സമയത്ത് പോലും ഇവർ തമ്മിൽ പ്രണയമോ അടുപ്പമോ ഒന്നുമില്ല. പിന്നീട് സിനിമയ്ക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അടുപ്പം തുടങ്ങിയത്. പിന്നീട് നല്ല അടുപ്പത്തിലായി. വിവാഹം കഴിക്കണമെന്നൊരു ചിന്ത വന്നു. അപ്പോൾ എന്തുകൊണ്ട് ലക്ഷ്മി വിവാഹം കഴിച്ചുകൂടാ എന്നൊരു ചിന്തയായി മാറി. എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു വ്യക്തിയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി മറ്റേത് വ്യക്തിയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കേണ്ടതായി വരും. വിവാഹം കഴിക്കണമെന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ എന്തുകൊണ്ട് ലക്ഷ്മി വിവാഹം കഴിച്ചുകൂടാ എന്നൊരു ചിന്തയായി പിന്നീട് അങ്ങോട്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹൻ ശർമ്മയെ ഇവിടെ വരെ എത്തിച്ചതെന്നും നമ്മൾക്ക് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രേക്ഷക പ്രീതിയോടെ തന്നെ ഇത് മുന്നേറാനും പറയാനും ഒക്കെ സാധിക്കുന്നുണ്ട്. മോഹൻ ശർമ്മയുടെ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.